ഹലോ ഗായ്സ്, വെൽക്കം ടു ടുഡേയ്സ് വീഡിയോ. ഇന്ന് നമ്മൾ പതിവ് പോലെ രാത്രി പുറത്തിറങ്ങിയേക്കണെയാണ്. ഇന്ന് പ്രത്യേകിച്ചൊന്നും ചെയ്യാനൊന്നും രാവിലെ നമുക്ക് എവിടെയൊന്നും പോകാനൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്തിട്ട് നമ്മൾ റീലായിട്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്യണ്ടായിരുന്നു കേട്ടോ. നമുക്ക് എഡിറ്റിങ് കാര്യങ്ങളൊന്നും വലിയ രീതിയിൽ അറിയാൻ പാടില്ല. അത് കാരണം നമ്മൾ എഡിറ്റ് ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സംഭവം കൊള്ളാട്ടെ, എൻ്റർടൈനിങ് ആണ്. എനിക്ക് ഈ വീഡിയോസൊക്കെ ഇടുന്നത് വളരെ ഒരു സന്തോഷം കിട്ടാനുണ്ട്. കാരണം ഞാൻ തന്നെ ഈ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇരുന്ന് ചിരിക്കണതാണ്. എന്ത് കോമഡിയാണ് എന്ന് ചോദിച്ചിട്ട്. ഇപ്പോൾ നമ്മൾ രാത്രി പുറത്തിറങ്ങിയിട്ട് ഇവിടെ മഴ പെയ്ത് കഴിഞ്ഞപ്പോൾ ഞാനിവിടെ ഒരു ബാങ്ക് ഉണ്ട്. ബാങ്കിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ജസ്റ്റ് കയറി നിൽക്കണതാണ്. മഴ ഇപ്പോൾ ഏകദേശം കുറഞ്ഞിട്ടുണ്ട്. ഇവിടെ ആരുമില്ല, ഒറ്റ മനുഷ്യനില്ല. ഇപ്പോൾ സമയം എത്ര മണിയായി? 2 മണി 2:30 ആയി. ഞാൻ ഒരു 10-15 മിനിറ്റ് എന്തായാലും ഇതിനിവിടെ നിൽക്കണം മഴ മാറാനായിട്ട്. പിന്നെ ഇന്ന് പ്രത്യേകിച്ചൊന്നും സംസാരിക്കാനായിട്ട് വേറെ ടോപ്പിക്കൊന്നും അങ്ങനെ നോക്കിയിട്ടൊന്നുമില്ല. ഒരു വ്ളോഗ് പോലെ ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഡോക്യുമെൻ്ററി ആണല്ലോ നമ്മൾ മെയിനായിട്ട് ചെയ്യണം. അപ്പോഴേക്കും എല്ലാ ദിവസവും ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ എല്ലാ ദിവസവും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നടക്കണില്ല. പക്ഷേ കുഴപ്പമില്ല, എല്ലാ ദിവസവും നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യാനുണ്ട്. എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നടക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യണത്. പിന്നെ ഇന്ന് നമ്മുടെ യൂട്യൂബിൽ കുറേ വീഡിയോസൊക്കെ ഇങ്ങനെ റെഫറൻസ് പോലത്തെ സാധനങ്ങളൊക്കെ എടുത്ത് നോക്കി അതൊക്കെ പഠിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടായിരുന്നു. കുറച്ച് വീഡിയോസൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഞാൻ ഈ പുതിയ അതായത് ഇപ്പം നിലവിൽ ഫേമസ് ആയിട്ടുള്ള യൂട്യൂബേഴ്സൊക്കെ ഉണ്ടല്ലോ, ഓരോ വ്ളോഗ് ചെയ്യണവർ, ചിലപ്പോൾ ലോക്കലി ഫേമസ് ആയിട്ടുള്ളവർ, നാഷണൽ ലെവലിൽ ഫേമസ് ആയിട്ടുള്ളവർ, അപ്പോൾ അങ്ങനെ വീഡിയോസൊക്കെ ചെയ്യുന്ന ആൾക്കാരുടെ വീഡിയോസൊക്കെ എടുത്ത് അപ്പം നോക്കിക്കൊണ്ടിരിക്കണമായിരുന്നു. ഇവരൊക്കെ എങ്ങനെയാണ് തുടങ്ങിയത്, ഇവരുടെ വീഡിയോസൊക്കെ എങ്ങനെയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ കുറേയൊക്കെ നോക്കി. ആദ്യത്തെ വീഡിയോസൊക്കെ എടുത്തിട്ട് കണ്ടുകൊണ്ടിരിക്കണമായിരുന്നു. എല്ലാവരും ചെറിയ രീതിയിലാണ് തുടങ്ങിയത്. എല്ലാവരും അവരുടേതിൽ ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് തുടങ്ങിയത്. ആദ്യം നല്ല ക്രിഞ്ചായിരുന്നു, നല്ല ഷോക്കായിരുന്നു. പിന്നെ എല്ലാം അറിഞ്ഞിട്ട് നമുക്ക് ഒരു കാര്യം തുടങ്ങാൻ പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലായി. എല്ലാ സാധനവും പഠിച്ചിട്ട് നമുക്ക് എന്തായാലും ഒരു കാര്യത്തിലിട്ട് ഇറങ്ങിയിട്ട് അത് ചെയ്ത് സക്സസ്ഫുൾ ആക്കാനൊന്നും പറ്റുന്ന കാര്യമല്ല. പിന്നെ നമുക്കൊരു ഗട്സ് വെച്ചിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഒരു എന്താ പറയുക, നമ്മുടെ ഒരു ഇൻഡ്യൂഷനിൽ നമ്മളങ്ങ് കാര്യങ്ങളൊക്കെ ചെയ്തു പോവുക. വഴിയെ നമുക്ക് പഠിക്കാൻ പറ്റുന്നതൊക്കെ പഠിച്ച് ഇങ്ങനെ സ്റ്റെപ്പായിട്ട് നമുക്ക് ഫ്രണ്ടിലോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. പിന്നെ ഒരുപാട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ചിന്തിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ എന്ന് മനസ്സിലായി. അപ്പോൾ ഒരുപാട് ചിന്തിച്ചുകൊണ്ടിരുന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. നമുക്ക് ചെയ്യാൻ തോന്നുന്ന കാര്യങ്ങൾ നമുക്ക് അപ്പം ഉള്ള റിസോഴ്സ് വെച്ചിട്ട് അപ്പം പറ്റുന്ന രീതിയിൽ ഏറ്റവും പറ്റുന്ന ബെറ്ററായിട്ടുള്ള ആ ഒരു സിറ്റുവേഷനിൽ ബെറ്ററായിട്ടുള്ള രീതിയിൽ ചെയ്യുക. ബാക്കി അതിൻ്റെ വരായകൾ റിസൾട്ടിനെ കുറിച്ചൊന്നും നമ്മൾ ഒരുപാട് ബോദർ ചെയ്യാൻ നിൽക്കരുത്. എനിക്കിപ്പോൾ ഈ വീഡിയോസ് ഇടുന്നതിന് എനിക്കിപ്പോൾ ആൾക്കാരൊന്നും നല്ല രീതിയിലൊന്നും കാണണമെന്നില്ല. 2, 3, 4, 5 വ്യൂസൊക്കെയാണ് കിട്ടണത്. ഒരു 10-15 വീഡിയോ 20 വീഡിയോ ഒക്കെ ഇപ്പോൾ നിലവിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു, ഞാൻ കുറേ മാസം ഇങ്ങനെ പ്രിപ്പയർ ചെയ്യാനായിട്ട് ഇതിനൊക്കെ ആയിട്ട് ഇങ്ങനെ സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ നിൽക്കണം, ഇങ്ങനെ മുടി ഇടണം, ഇങ്ങനെ ഡ്രസ്സ് ചെയ്യണം, ഇങ്ങനെ സംസാരിക്കണം, ഇത്ര പ്രിപ്പയർ ചെയ്തിട്ട് സംസാരിക്കണം, നല്ല രീതിയിലുള്ള ലൈറ്റിങ് വേണം, നല്ല രീതിയിലുള്ള ഗിയേഴ്സ് വേണം എന്നൊക്കെ വിചാരിച്ചിട്ട് കുറേ സമയം വേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൊന്നും വലിയ കാര്യമില്ലയെന്ന് പിന്നെ മനസ്സിലായി. കാരണം നമ്മളെന്തോരം സമയം നമുക്ക് വെറുതെ വേസ്റ്റായിട്ട് പോകുന്ന ടൈമാണ്. നമുക്കതുകൊണ്ട് വലിയ യൂസ്ഫുൾനെസ് ഒന്നുമില്ല. കാരണം കുറേ സാധനങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്ത് ഭയങ്കര ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ എഡിറ്റ് ചെയ്യണം, ഈ സോഫ്റ്റ്വെയർ വേണം, ഈ ക്യാമറ വേണം, ഈ ലെൻസ് വേണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നിട്ട് എന്തെങ്കിലും ചെയ്തോ എന്ന് നമ്മൾ ഒന്ന് ആലോചിച്ചാൽ മതി. ഇത്ര നാൾ നമ്മളിങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ട് ഇരുന്നിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്താൽ നമുക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അതിൽ നിന്ന് ബിൽഡ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടോ എന്ന് സിമ്പിളായിട്ടൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇതൊക്കെ നമ്മൾ സമയം വേസ്റ്റ് ചെയ്യുന്നതാണ്. നമ്മൾ ഇപ്പോൾ ഒരു ബിസിനസ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ട് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ ആൾക്കാർ, നമ്മുടെ ഫ്രണ്ട്സ്, നമ്മുടെ കോളേജ് ഫ്രണ്ട്സ്, അല്ലെങ്കിൽ നമ്മുടെ എന്തോ ഒരു ഗ്രൂപ്പിലായിക്കോട്ടെ, ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്ത് ഇവിടെ പോകണോ അവിടെ പോകണോ, ഇന്ന ബഡ്ജറ്റ്, ഇത്ര ദിവസം, അങ്ങനെ ഫുൾ പ്ലാൻ ചെയ്ത് ലാസ്റ്റ് നമ്മൾ ആ ട്രിപ്പിന് പോകില്ല. അതിങ്ങനെ മാറി പോകും. അപ്പോൾ ഒരുപാട് പ്ലാൻ ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല. അതൊക്കെ ആ ഒരു ഫ്ലോയിൽ നമ്മളങ്ങ് ചെയ്തു പോയിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അത്ര നല്ലത്. അത്രയാണ്
അതാണ് എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലായത്. ഇന്നിപ്പോൾ കുറേ വീഡിയോസ് കണ്ടല്ലോ, അതിൽ നിന്ന് എനിക്ക് മനസ്സിലായതെന്നാണ്. പിന്നെ ഞാൻ ഇത്ര നാൾ വിചാരിച്ചുകൊണ്ടിരുന്നത് ഞാൻ ഭയങ്കര ഫാസ്റ്റ് ലേണറാണ്. ഈ റെസ്യൂമിലേക്ക് എഴുതില്ലേ ഫാസ്റ്റ് ലേണർ, ക്വിക്ക് ലേണർ എന്നൊക്കെ എഴുതില്ലേ. അപ്പോൾ ക്വിക്ക് ലേണർ, ഫാസ്റ്റ് ലേണർ, ഇംപ്രവൈസേഷൻ ചെയ്യാൻ പറ്റുന്ന ആൾ, അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചു. അതൊക്കെ കുറച്ചൊക്കെ ഉണ്ടാവും. പക്ഷേ നമ്മൾ അത്ര ഫാസ്റ്റ് ലേണറല്ല. എനിക്ക് പേഴ്സണലി കുറച്ച് സമയമൊക്കെ എടുത്തിട്ട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റുള്ളൂ. പക്ഷേ എൻ്റെ ഒരു ഐഡിയ വെച്ചിട്ട് ഞാൻ ഒരു കാര്യം പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മറന്നു പോകില്ല. പഠിക്കേണ്ട രീതിയിൽ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മറന്നു പോകില്ല. പിന്നെ കഴിഞ്ഞതിൻ്റെ കുറച്ച് 2 വീഡിയോ മുമ്പ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയതിൻ്റെ. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ശോകം രീതിയിലാണ് നമ്മളെ പ്രസൻറ്റ് ചെയ്തത്. നമ്മളൊന്നും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഫുൾ ഡാർക്കായിരുന്നു. സിമ്പിൾ നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്ത പ്രൊജക്റ്റിൻ്റെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് പോലും, അതിൻ്റെ തിയറി, അതിൻ്റെ ബേസിക് കാര്യങ്ങൾ ചോദിച്ചിട്ട് പോലും നമ്മൾ അടിച്ച് നമ്മൾ ഒരു പൊട്ടനെ പോലെ നിന്ന്. അത് വളരെ ശോകമായിരുന്നു. പക്ഷേ ഇന്ന് എൻ്റെ ഫ്രണ്ട് ഇപ്പോൾ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻ്റർവ്യൂവിൻ്റെ സംഭവം വർക്കിൻ്റെ കിട്ടിയിട്ടുണ്ട്, റെഡിയായി, വേറെ നോക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. കമ്പനിയിൽ നിന്ന് തന്നെ വിളിച്ചിട്ടില്ല, എൻ്റെ ഫ്രണ്ട് ത്രൂ എനിക്ക് ഞാൻ അറിഞ്ഞാണ്. സംഭവം എന്തായാലും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും വർക്കിന് പോകുന്ന കാര്യം സെറ്റായിട്ടുണ്ട്. അപ്പോൾ അതും കൂടി അഡ്ജസ്റ്റ് ചെയ്ത് അതും കൂടി നമ്മുടെ സമയം കാൽക്കുലേറ്റ് ചെയ്ത് എനിക്ക് ഇനി നമ്മൾ വീഡിയോസൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കണം. വർക്കിന് പോയി തുടങ്ങുന്ന സമയം വരെ എപ്പോഴാണ് വിളിക്കണം, എപ്പോഴാണ് പോകേണ്ടതെന്ന് നമുക്കറിയാൻ പാടില്ല. നമ്മളെന്തായാലും ആ ടൈം തൊട്ടിട്ട് അപ്പോൾ പ്ലാൻ ചെയ്തിട്ട് വേണം നമ്മൾ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ടുള്ളതെന്ന് എനിക്ക് തോന്നണം.